BJP എക്സിറ്റ് പോൾ ഫലം ആദ്യം വരുന്നത് അസമിലാണ്. 88 മുതൽ 100 സീറ്റുകൾ വരെ. നോക്കൂ, കഴിഞ്ഞ തവണ 64 സീറ്റുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇക്കുറി അവിടെ ഗംഭീരമായ പ്രകടനമാണ്. പിയാസുള്ള എഴുതി തള്ളാൻ പറ്റില്ല. അസമിൽ അങ്ങനെയാണെങ്കിൽ ഹിമന്ത ബിശ്വ ശർമ്മ സെഞ്ചുറി അടിക്കുമെന്നാണ്. കോൺഗ്രസ് 24 മുതൽ 36 സീറ്റുകൾ വരെ മാത്രം. കോൺഗ്രസ് ഇത്തവണ വലിയ പ്രതീക്ഷ അസമിലുണ്ടായിരുന്നു. അസമിൽ ഇത്തവണ ഈ ഒരു കുറെ കാലത്തിന് ശേഷം ഒരു ആശ്വാസം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷ. ഹിമന്തയെ അനക്കാൻ പോലും കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. 126 സീറ്റുകൾ മാത്രമുള്ള അസമിൽ 100 സീറ്റുകൾ വരെ NDA നേടിയേക്കാം എന്നുള്ളതാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം പറയുന്നത്. ക്ലീൻ സ്വീപ്പാണ്. ഹിമന്ത ബിശ്വ ശർമ്മയെ തൊടാൻ പോലും കോൺഗ്രസിന് അസമിൽ കഴിയുന്നില്ല, തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ സൂചനയാണ്. നമുക്കറിയേണ്ടത് അതേ സൂചന ഇനി അസമിനോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന വെസ്റ്റ് ബംഗാളിലും ഉണ്ടാകുമോ എന്നുള്ളതാണ്. SIR അടക്കം അസമിൽ എന്നതുപോലെ തന്നെ ചർച്ചാ വിഷയമായ വെസ്റ്റ് ബംഗാളിൽ ഇതേ ട്രെൻഡ് ആയിരിക്കുമോ എന്നുള്ളതാണ്. ഹീറ്റ് വേവ്, BJP വേവ് ആണ് അസമിൽ എന്ന് ആക്സിസ് മൈ ഇന്ത്യ സർവേ പ്രകാരം പറയുന്നു. ഇന്ത്യ ടുഡേ സർവേ പ്രകാരം പറയുന്നു ക്ലീൻ സ്വീപ്പാണ്. 126 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 64 സീറ്റുകളായിരുന്നത് ഇക്കുറി 88 മുതൽ 100 സീറ്റുകൾ വരെ നേടിയേക്കാം BJP. കോൺഗ്രസിന് വെറും 36 വരെ 24 മുതൽ 36 വരെ സീറ്റുകൾ മാത്രം. ഫലങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട് UDF-ന് അനുകൂലമായ നിഗമനമാണ് അവിടെ നിന്ന് ഉണ്ടാകുന്നത്. 70 മുതൽ 80 വരെ സീറ്റിൽ UDF കേരളത്തിൽ 70 to 80 മുതൽ 68 വരെ. അതെ, ടൈറ്റ് ആണ്. ന്യൂസ് 18 സർവേ റിസൾട്ട് പ്രകാരം ഈ പരമാവധി 80 സീറ്റുകൾ വരെ നേടാം. BJP 0 മുതൽ 4 സീറ്റുകൾ ഓപ്പൺ ചെയ്തേക്കാം. ഇതാണ് ചിത്രം. LDF-ന് 58 മുതൽ 68 വരെ, UDF-ന് 70 മുതൽ 80 വരെ, NDA പരമാവധി 4 സീറ്റ്.